الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى അവന്റെ മഹബത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും ഈ പരിശുദ്ധ മാസത്തിലെ ഫായിസീങ്ങളിൽ മഖ്ബൂലിങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ നല്ല നിലയിൽ കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവറുകൾ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ഹദീസ് ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം അരുളി: നിങ്ങൾക്കും നിങ്ങളുടെ തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ രണ്ട് വേദക്കാർക്കുമിടയിലുള്ള ഉദാഹരണം ഒരു മുതലാളിയെപ്പോലെ ആണ്. അദ്ദേഹത്തിന് തന്റെ ചില ജോലികൾ ചെയ്തു തീർക്കാൻ ആളുകളെ, പണിക്കാരെ, വേലക്കാരെ ആവശ്യമായി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാഹരണത്തിലൂടെ സഹാബത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. ആ ജോലി ചെയ്തു തീർക്കാൻ ചില ആളുകളെ ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി വേലക്കാരെ അന്വേഷിച്ചു, ജോലിക്കാരെ വിളിച്ചു. ഒരു കൂട്ടം ജോലിക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ മുതൽ ഉച്ചവരെ അവർക്ക് പണി നിശ്ചയിച്ചു കൊടുത്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ നിലയിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് ഒരു ജോലി നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലം ഒരു ഖീറാത്താണ്. അന്നത്തെ കണക്ക് ഒരു ഖീറാത്ത്. അതിനുശേഷം ളുഹർ മുതൽ അസർ വരെ വേറെ ഒരു കൂട്ടരെ കൊണ്ടുവന്നു. ളുഹർ മുതൽ അസർ വരെ പണിയെടുത്ത അവരോട് നിങ്ങളുടെ പ്രതിഫലം ഒരു ഖീറാത്താണ് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും വേല ആവശ്യമായി വന്നപ്പോൾ, ജോലി ആവശ്യമായി വന്നപ്പോൾ ഒരു സംഘം ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർക്ക് അസർ മുതൽ മഗ്രിബ് വരെ ജോലി കൊടുത്തു. എന്നാൽ നിങ്ങളുടെ വേതനം, നിങ്ങളുടെ പ്രതിഫലം, കൂലി 2 ഖീറാത്താണ് എന്ന് പറഞ്ഞു. 2 ഖീറാത്താണ്. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? രാവിലെ മുതൽ ളുഹർ വരെ കുറച്ച് കൂടുതൽ സമയമുണ്ട്. ആ കൂടുതൽ സമയം പണിയെടുത്തവർക്ക് കിട്ടിയത് ഒറ്റ ഖീറാത്താണ്. പിന്നെ ളുഹർ മുതൽ അസ്ർ വരെയും കുറച്ച് കൂടുതൽ സമയമുണ്ട്. അവിടെ പണിയെടുത്തവർക്കും ഒരു ഖീറാത്താണ് കിട്ടിയത്. എന്നാൽ അസ്ർ മുതൽ മഗ്രിബ് വരെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് പണിയെടുത്തവർക്ക് ഇരട്ടി ശമ്പളം കിട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാവിലെ മുതൽ ഉച്ചവരെ പണിയെടുത്തത് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ജൂത വിഭാഗത്തിന്റെ ഉദാഹരണമാണ്. ജൂതന്മാരാണ്, യഹൂദന്മാരാണ്.
ഉച്ച മുതൽ അസർ വരെ പണിയെടുത്തത് നസാറാക്കളാണ്, ക്രിസ്ത്യാനികളാണ്. കുറെ ദീർഘമായ കാലം അവരിവിടെ പണിയെടുത്തു, അധ്വാനിച്ചു. പക്ഷെ അവർക്ക് കിട്ടിയ പ്രതിഫലം വളരെ കുറച്ചു മാത്രമായിരുന്നു. എന്നാൽ അസർ മുതൽ മഗ്രിബ് വരെയുള്ള ചെറിയ സമയം പണിയെടുക്കുകയും ഇരട്ടി ശമ്പളം വാങ്ങുകയും ചെയ്തത് എന്റെ ഉമ്മത്തുകളായ നിങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനെ കൂലി കൊടുക്കുന്ന വിഷയത്തിൽ കുറവ് കാണിക്കുകയും പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതൽ പണിയെടുപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആ രണ്ട് വിഭാഗത്തിനും ദേഷ്യമുണ്ടായി, കോപമുണ്ടായി. എന്നിട്ട് അവർ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എന്തേ ഞങ്ങളെ കൂടുതൽ പണിയെടുപ്പിച്ചു, ഞങ്ങൾക്ക് പകുതി പൈസ തന്നു എന്ന് ചോദിച്ചു. ഹദീസാണ്, ഹദീസിന്റെ അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് അവരോട് പറയുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞ കൂലി ഞാൻ തന്നില്ലേ? ഞാൻ നിങ്ങളോട് ഓഫർ ചെയ്ത, വാഗ്ദാനം ചെയ്ത കൂലി ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ. അതിൽ കുറവൊന്നും വരുത്തിയിട്ടുമില്ല. പിന്നെ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തത് അതെന്റെ ഫضലാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അതെന്റെ ഫضലാണ്, അതെന്റെ ഔദാര്യമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവർക്കത് കൊടുത്തു, അല്ലെങ്കിൽ കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിലെ അവസരത്തെ സംബന്ധിച്ചിട്ട് ബോധ്യപ്പെടാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീർഘമായ കാലഘട്ടം ഭൂമിയിൽ പണിയെടുത്തു, അധ്വാനിച്ചു, അമലുകൾ ചെയ്തു, ആരാധനാ കർമ്മങ്ങൾ അർപ്പിച്ചു. പക്ഷെ അവർക്ക് കിട്ടിയ പ്രതിഫലം വളരെ തുച്ഛമായിരുന്നു. വളരെ ചെറിയ നേരം കൊണ്ട്, കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടാനുള്ള അവസരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നു, ഈ ഉമ്മത്തിന് തന്നിരിക്കുന്നു, ഈ സമുദായത്തിന് തന്നിരിക്കുന്നു. ഇബ്നു കസീർ എന്ന പേരിൽ ഒരു തഫ്സീറുണ്ട്, ഒരു ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവர்கள் അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം പരാമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ഇത്രയേറെ മഹാത്മ്യം കിട്ടിയത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യത്തിന്റെ പേരിൽ, തങ്ങളുടെ ശ്രേഷ്ഠതയുടെ പേരിൽ അവിടുത്തെ ഉമ്മത്തികൾക്ക് അല്ലാഹു തആല ഈ മഹത്വം കൊടുത്തതായിരിക്കാം. ഖൈറ ഉമ്മത്താണല്ലോ ഇത്, അഷ്റഫുൽ ഖൽഖാണല്ലോ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾക്ക് അവിടുത്തെ മഹാത്മ്യത്തിന്റെ പേരിൽ, ശ്രേഷ്ഠതയുടെ പേരിൽ, ഫضലിന്റെ പേരിൽ അല്ലാഹു തആല കൊടുത്ത ഒരു മഹത്തായ അവസരവും അനുഗ്രഹവുമായിരിക്കാം. അതല്ലെങ്കിലോ ലിഖില്ലത്തി അഅമാരിഹിം എന്നാണ്. ലിഖില്ലത്തി അഅമാരിഹിം, നമ്മളുടെ ആയുസിന്റെ ചെറുപ്പം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു മഹത്വമായിരിക്കാം. നമ്മുടെ ആയുസിന്റെ ചെറുപ്പം കൊണ്ട്, നമ്മളുടെ ആയുസിന്റെ ചെറുപ്പം കൊണ്ട് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഓശാരമാണ്, ഫضലാണ്, ഔദാര്യമാണ് ചെറിയ അമലുകളുടെ പേരിൽ വലിയ പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തികളുടെ ആയുസ് എന്ന് പറയുന്നത് 60-70 വർഷക്കാലം മാത്രമേ ഉള്ളൂ. ശരാശരി 60-70 വർഷക്കാലം മാത്രമാണ് ഭൂമിയിൽ എന്റെ ഉമ്മത്തികളെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നത്. ആ കാലയളവ് കൊണ്ടാണ് അവർക്ക് സ്വർഗം നേടേണ്ടത്. ആ കാലയളവ് കൊണ്ടാണ് പരലോകത്തിന് വേണ്ടി നന്മകൾ സംഭരിക്കേണ്ടത്. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തികളെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് വലിയ വലിയ കാലഘട്ടമാണ് ഭൂമിയിൽ കൊടുത്തത്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചിട്ട് ഖുർആനിൽ തന്നെ പറഞ്ഞത് 950 വർഷക്കാലം ഭൂമിയിൽ ദീനിന്റെ പ്രബോധനം നടത്തിയെന്നാണ്. 950 വർഷം ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അത് നമുക്ക് തെളിവാണ്. അൽഫസനത്തിൻ ഇല്ലാ 50 ആമ, അൽഫസനത്തിൻ ഇല്ലാ 50 ആമ. 950 വർഷക്കാലം ഭൂമിയിൽ അള്ളാഹുവിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ ഒരാള് നബിയാകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? ഒരാള് നബിയാകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 40-ാമത്തെ വയസ്സ്. 40 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഒരു പക്വത ഉണ്ടാവുക. കൗമാരത്തിന്റെയും യുവത്വത്തിന്റെയും ഒക്കെ ചോരത്തിളപ്പും എടുത്തുചാട്ടവും ഒക്കെ മാറി പക്വതയോടുകൂടി തന്റെ സമൂഹത്തെ, സമുദായത്തെ നയിക്കാൻ പ്രാപ്തി ഉണ്ടാകുന്നത് ഏകദേശം ആ ഒരു പക്വതയുടെ പ്രായം എത്തുമ്പോഴാണ്, 40 വയസ്സാകുമ്പോഴാണ്.
പണ്ഡിത വിഭാഗം അവരുടെ ഗ്രന്ഥവരികളിൽ എഴുതി വച്ചത് വായിക്കാൻ ശ്രമിച്ചാൽ മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ ചില ആളുകൾ അവരെക്കുറിച്ചിട്ട് ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്: അവർ ബാലികാകുന്നത്, പ്രായപൂർത്തിയാകുന്നത്. നമ്മളൊക്കെ പ്രായപൂർത്തിയാകുന്ന എപ്പോഴാ? 15 വയസ്സ്, 14 വയസ്സ്, 13 വയസ്സൊക്കെ പ്രായമാവുമ്പോൾ. അവരിൽപ്പെട്ട ചില ആളുകൾ ബാലികാകുന്നത് തന്നെ, പ്രായപൂർത്തിയാകുന്നത് തന്നെ 350 വയസ്സും 360 വയസ്സും ഒക്കെ ആവണം. 360 വയസ്സും ഭൂമിയിൽ ജീവിച്ചിട്ടാണ് പ്രായപൂർത്തി. അതുവരെ ഓൻ ചെറിയ ചെക്കനല്ലേ, പൊട്ടുപ്പാന്ന് പറയാം. 350 എത്ര വയസ്സുണ്ട്? 350 വയസ്സുണ്ട്. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മയും ബാപ്പ എന്താ പറയാ? പൊട്ടുപ്പോൻ ചെറിയതല്ലേ, പ്രായമൊന്നും ആയില്ലല്ലോ, ആവുന്നല്ലേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി തരാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് നമുക്ക് മുമ്പിൽ ഉദ്ധരിച്ചത്. എന്റെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന മഹത്തായ അനുഗ്രഹം, ഔദാര്യം, ചെറിയ അമലുകൾ ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ വലിയ പ്രതിഫലം നൽകും. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈ റമളാനിന്റെ ഒരു മാസക്കാലം ആകെ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ഒരു മാസക്കാലം ഇതിന്റെ പകലിൽ പട്ടിണി ഇരിക്കുന്നു, നോമ്പെടുക്കുന്നു. പക്ഷെ നോമ്പെടുക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ടായിരിക്കണം. ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടിയായിരിക്കണം. പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം. വെറുതെ പട്ടിണി ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഒരാൾ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് 12 മണിക്കൂർ വിശന്നിരിക്കുന്നു വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണല്ലോ എല്ലാവർക്കും എപ്പോ നോക്കിയാലും ഉള്ള ഒരു സംഗതിയാണ് ഡയറ്റിങ്. ശരീരം നന്നാക്കുക, ശരീരം ക്ഷീണിപ്പിക്കുക, ശോഷിപ്പിക്കുക, ശരീരത്തെ പറഞ്ഞേൽപ്പിക്കുക. അതാണ് നമ്മുടെ ഒക്കെ പരിപാടി. അതിനു വേണ്ടിയിട്ട് ഒരാൾ 12 മണിക്കൂർ സമയം പട്ടിണി ഇരുന്നാൽ അതിന്റെ പേരിൽ നോമ്പെന്ന് വിളിക്കാൻ കഴിയില്ല. നോമ്പിന്റെ പ്രതിഫലം കിട്ടിക്കോണമെന്നില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നിയ്യത്ത് ചെയ്തുകൊണ്ട്, ഉദ്ദേശം വെച്ചുകൊണ്ട് പട്ടിണി ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നോമ്പാകുന്നത്. ആ നോമ്പിനാണ് പ്രതിഫലം. അങ്ങനെ ഇരുന്നാൽ മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നോമ്പിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മാസത്തെ നോമ്പിന്റെ പേരിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപകർമ്മങ്ങളൊക്കെ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുമെന്നാ പറയും. അതുപോലെ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ, തറാവീഹ് നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു, രാത്രിയിലെ നമസ്കാരം ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഈമാനോടെ ഇഹ്തിസാബോടെയാണ് നിർവഹിക്കുന്നതെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞകാല പാവങ്ങളെല്ലാം അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കർമ്മങ്ങൾക്കെല്ലാം ഈമാൻ ഉണ്ടാകണം, ഇഹ്തിസാബ് ഉണ്ടാകണം. ഈമാൻ ഉണ്ടാകണം, ഇഹ്തിസാബ് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അതുപോലെ പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹവും ഉണ്ടാകണം. പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി അഥവാ നമ്മൾ അപ്രകാരം അമൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കപ്പെടും. ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ചെറിയ ചെറിയ അമലുകളുടെ പേരിൽ അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം തരും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രകാരം വരുന്നുണ്ട്: ഏതെങ്കിലും ഒരു അടിമ ഇശാ നമസ്കാരം ഇമാമും ജമാഅത്തുമായി നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം അവൻ എഴുതപ്പെടുന്നതാണ്. ഇശാ നമസ്കാരം ഇമാമും ജമാഅത്തുമായി നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം അവൻ എഴുതപ്പെടുന്നതാണ്. സുബഹി നമസ്കാരം ഇമാമും ജമാഅത്തുമായി നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര അധ്വാനമുണ്ട്, എത്ര കഷ്ടപ്പാടുണ്ട്. പക്ഷെ അള്ളാഹു അവന്റെ ഔദാര്യത്തിന്റെ പേരിൽ ഈ അടിമകളോട്, ഈ ഉമ്മത്തിനോട് അവൻ കാണിച്ചിരിക്കുന്ന അവന്റെ ഫളിന്റെ പേരിൽ ഇശാ നമസ്കാരം ഇമാമും ജമാഅത്തുമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചതിന്റെ കൂലി തരും. സുബഹി നമസ്കാരം ഇമാമും ജമാഅത്തുമായി നിർവഹിച്ചാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം തരും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്ന ഖുദ്സിയായ ഒരു വചനമുണ്ട്. അല്ലാഹു പറയുന്നു: യബ്ന ആദം തഫറഖ് ലിഇബാദതി. ഏ ആദം സന്തതി, നീ എനിക്ക് വേണ്ടി ഒഴിവായി വാ. അല്ലാഹു പറയാ, യബ്ന ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യ വിഭാഗമേ, തഫറഖ് ലിഇബാദതി, നീ എനിക്ക് വേണ്ടി ഒഴിവായി വരണം. എന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി, എന്നെ അനുസരിക്കാൻ വേണ്ടി
നീ ഒഴിവായി വരണം. അഥവാ അങ്ങനെ എനിക്ക് വേണ്ടി നീ ഒഴിവായി വന്നാൽ നിന്റെ മനസ്സിനെ ഞാൻ ധന്യത കൊണ്ട് നിറച്ചു തരും, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ എളുപ്പത്തിലാക്കി തരും. ഇല്ല, അഥവാ ഞാൻ പറയുന്നത് കേട്ട് എന്റെ അമലുകൾക്ക് വേണ്ടി നീ ഒഴിഞ്ഞു വരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ മനസ്സിനെ ഞാൻ ഒന്നിലധികം പ്രശ്നങ്ങളിൽ കൊടുക്കുകയും ടെൻഷൻ കൊണ്ട് നിറച്ചുകയും ചെയ്യുന്ന അംല ഉസ്തദുറുക ശുഹലൻ വലം അസുദ് ഫഖറുക. ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. നീ എന്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞാൽ, എന്നെ അനുസരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വന്നാൽ, ഞാൻ പറയുന്നിടത്തേക്ക് നീ വന്നാൽ, പടച്ചോൻ പറയാം, ഞാൻ പറയുന്നിടത്തേക്ക് നീ വന്നാൽ ഞാൻ നിന്റെ മനസ്സിനെ ശാന്തമാക്കി തരും, സമാധാനപൂർണമാക്കി തരും, പ്രശ്നപ്രയാസങ്ങളിൽ നിന്നും ശുദ്ധിയാക്കി തരും, നിന്റെ കൈകളെ ഞാൻ ധന്യമാക്കി തരും. നേരെ തിരിച്ചായാൽ പണിയേ പണി, ടെൻഷനേ ടെൻഷൻ, ഓട്ടമേ ഓട്ടം. പക്ഷെ ഒരിക്കലും ഒരു സമാധാനമില്ലാത്ത, ശാന്തിയില്ലാത്ത ഒരവസ്ഥ നിനക്ക് ഞാൻ തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അമലുകളുടെ മാഹാത്മ്യത്തെ മനസ്സിലാകണം, അമലുകളുടെ പ്രാധാന്യത്തെ മനസ്സിലാകണം. അമലുകളിലൂടെ അല്ലാഹു തആല നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നടത്തിത്തരുമെന്ന വിഷയത്തെ ബോധ്യപ്പെടണം. നമ്മൾ ഇന്ന് അതിൽ നിന്നും അകന്ന് ഭൗതികമായ വിഭവങ്ങളുടെ പിന്നാലെയാണ് പായുന്നത്. ഭൗതികമായ വസ്തുക്കളിലാണ് നമ്മൾ സമാധാനം അന്വേഷിക്കുന്നത്, ഐശ്വര്യം അന്വേഷിക്കുന്നത്, ശാന്തി അന്വേഷിക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് എല്ലാം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഇബാദത്തിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധ റമദാൻ നമുക്ക് ലഭിച്ചു. ഈ റമദാനിന്റെ രാപ്പകലുകളിലെ അമലുകൾക്കുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകി. ഈ അമലുകളൊക്കെ നമ്മളെ കൊണ്ട് അല്ലാഹു തആല ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് യഥാർത്ഥത്തിൽ റമദാനിനെ അല്ലാഹു നിയമമാക്കിയത്? നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആഖിറം സമ്പാദിക്കാനുള്ള, പരലോകം സമ്പാദിക്കാനുള്ള, ആത്മീയമായ നമ്മളുടെ പരിവർത്തനത്തിന്റെ പാതയിൽ അധ്വാനിക്കാനുള്ള ആ ഒരു അവസരത്തെ നമ്മൾ നമ്മുടെ ഭൗതികമായ വിഭവങ്ങളുടെ പിന്നാലെയുള്ള പാച്ചിലിൽപ്പെട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമുക്കൊക്കെ ആശയം, ആഗ്രഹമുണ്ട്, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നരകത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയം കിട്ടാതെ, ചിന്തിക്കാൻ ഇടം കിട്ടാതെ, ഒഴിവ് കിട്ടാതെ നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങളിൽ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ കാര്യങ്ങളിൽ അറിഞ്ഞും അറിയാതെ നമ്മൾ പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മളെ അല്പം ഒന്ന് അകറ്റി മാറ്റി നിർത്തണം, അല്പം ഒന്ന് നമ്മളെ അതിൽ നിന്നും ദൂരത്താക്കണം. എന്നിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയുള്ള ബോധമുണ്ടാക്കി തീർക്കണം. സലഫു സാലിഹീങ്ങളായ മഹാന്മാരെ കുറിച്ചിട്ട് പറയപ്പെടാറുണ്ട്, പരിശുദ്ധ റമദാനായാൽ അവര് ഓടി രക്ഷപ്പെടുന്നത് പോലെ പള്ളിയുടെ ഉള്ളിൽ വന്ന് അഭയം പ്രാപിക്കുമായിരുന്നു എന്നാണ് അവരെ കുറിച്ചിട്ട് എഴുതപ്പെട്ടത്. ഓടി രക്ഷപ്പെടുന്നത് പോലെ. ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഓടിക്കോ, തിരക്ക് വരുന്നുണ്ട്, വേഗം പോയിക്കോ, അല്ലെങ്കിൽ ബ്ലോക്കാവോ നമ്മൾ പറയാറില്ലേ? ഓടിക്കോ, ഇടിയും മഴയും വരുന്നുണ്ട്, വേഗം പോയില്ലെങ്കിൽ നനഞ്ഞു കുതിർന്നു പോകും നമ്മൾ പറയാറില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല. അങ്ങനെ ബ്ലോക്കിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം കടന്നു പോകുന്നത് പോലെ, നനഞ്ഞു കുതിരാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ഒഴിഞ്ഞു മാറുന്നത് പോലെ പരിശുദ്ധ റമദാൻ ആകുമ്പോൾ അവരുടെ ജീവിത തിരക്കുകളിൽ നിന്നും ഓടി പള്ളിയിൽ അഭയം പ്രാപിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് 11 മാസക്കാലം നഷ്ടപ്പെടുത്തിയ പരലോകത്തെ വീണ്ടെടുക്കാനും തിരിച്ചുപിടിക്കാനും അള്ളാഹു ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താതെ, ഈ അവസരത്തെ പ്രയോജനപ്പെടുത്താതെ ഇനിയും അതേ തിരക്കുകളിൽ തന്നെ ഞങ്ങളുടെ സമയം ബാക്കിയായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതേ തിരക്കുകളിൽ തന്നെ ഞങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് പള്ളിയിൽ അഭയം പ്രാപിക്കുകയാണ്, പടച്ചവന്റെ ഭവനത്തിൽ അഭയം പ്രാപിക്കുകയാണ്, ദീനിയായ മാഹോലിലും അന്തരീക്ഷത്തിലും അഭയം പ്രാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറയാറുണ്ടായിരുന്നു, സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, റമദാൻ ആയാൽ തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും തങ്ങൾ അകന്നു നിൽക്കുമായിരുന്നു, വീട്ടുകാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ വിരുപ്പുകളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാതെ, കുടുംബകാര്യങ്ങളിൽ അധികം സമയം ചെലവാക്കാതെ, പള്ളിയിലായി, ഇബാദത്തിലായി, നന്മകളിലായി അവിടുത്തെ സമയത്തെ പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക എന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാധാരണ പതിവായിരുന്നു പരിശുദ്ധ റമളാനായാൽ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കഴിയും തോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അമലുകളിലെ ആവേശവും ഇപ്രകാരം വർദ്ധിക്കേണ്ടതുണ്ട്. അമലുകളിൽ ആവേശം വർദ്ധിക്കണം, അമലുകൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം വർദ്ധിക്കണം, അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളിങ്ങനെ തുടക്കം മുതൽക്ക് കുറെ അമലുകളെ കുറിച്ച് പ്രസംഗിച്ചു, കുറെ അമലുകളെ കുറിച്ച് പറഞ്ഞു. ആ അമലുകളെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നാൽ പോരാലോ, ഓരോ ദിവസവും ഓരോ അമലുകൾ വർദ്ധിച്ച് 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 നമ്മളുടെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തെ നമുക്ക് ഘനപ്പെട്ടതാക്കി തീർക്കാൻ സാധിക്കണം. ഇന്ന് നമുക്ക് സുബ്ഹാനല്ലാഹ് പറയാൻ അവസരമുണ്ട്, അൽഹംദുലില്ലാഹ് പറയാൻ അവസരമുണ്ട്, ദിക്ർ ചെയ്യാൻ അവസരമുണ്ട്, ഖുർആൻ ഓതാൻ അവസരമുണ്ട്. ഇന്ന് നമുക്ക് നമസ്കരിക്കാൻ അവസരമുണ്ട്, ഫറളായ സുന്നത്തായ അമൽ ചെയ്യാനുള്ള അവസരമുണ്ട്. നാളെ ഒരു പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ നിരാശപ്പെട്ടതുകൊണ്ട് എന്ത് കാര്യം? നിരാശപ്പെട്ടതുകൊണ്ട് എന്ത് കാര്യം? ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആയുസ് തന്നെ നഷ്ടപ്പെടാം. അതങ്ങനെ നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ ആയുസ് ഇങ്ങനെ പാഴാക്കിക്കൊണ്ടേ ഇരിക്കുന്നതിന് പകരം നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം, ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു തആല മറ്റു ഉമ്മത്തികൾക്ക് കൊടുക്കാത്ത ഒരുപാട് നന്മകൾ, ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിൽ നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് അറിയേണ്ടത് നമ്മളുടെ ബാധ്യതയല്ലേ, ഈ ഉമ്മത്തിന്റെ ബാധ്യതയല്ലേ? ഞങ്ങളുടെ ഒരു ഉസ്താദ് സാധാരണഗതിയിൽ പറയുമായിരുന്നു, റമളാൻ മാസത്തിൽ അള്ളാഹു അവനോട് ദ്വാരക്കണമെന്ന് പറയുന്നു. എന്ത് ദ്വായാണ് നിങ്ങൾ ചെയ്യുക, എന്ത് ദ്വായാണ് നമ്മൾ ചെയ്യുക? അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ പറയുന്നത് ഒരു 2-3 കാര്യങ്ങൾ ദ്വാ ചെയ്യാൻ പഠിച്ചാൽ മതി, 2-3 കാര്യങ്ങൾ ദ്വാരക്കാൻ പഠിച്ചാൽ മതി. ഒന്ന്, അള്ളാഹുവേ, ഈ മാസത്തിൽ നിനക്ക് വേണ്ടിയിട്ട് വിശന്നിരിക്കുന്നവന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധം കസ്തൂരിയേക്കാളും നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, എന്റെ വായയുടെ ഗ്രന്ഥവും എന്റെ വായയുടെ ഗന്ധവും അതുപോലെ ആക്കിത്തരണേ എന്ന് ദ്വാരക്കാം. അള്ളാഹുവേ, ഈ മാസത്തിൽ നിന്റെ പ്രിയപ്പെട്ട അടിമകളായ മലക്കുകളോട് അവരുടെ ജോലികൾ നിർത്തിവെച്ച് നോമ്പുകാരായ എന്റെ അടിമകളുടെ ദുആക്ക് ആമീൻ പറയാൻ നീ പറയുമല്ലോ, അങ്ങനെ മലക്കുകൾ ആമീൻ പറയുന്ന ദുആക്കൾ ഞങ്ങൾക്ക് തരണേ പടച്ചോനേ എന്ന് പറയാം. ഇങ്ങനത്തെ 2-3 ദുആ. എന്നിട്ട് അദ്ദേഹം പറയും, എന്തിനാണ് ഇങ്ങനെ ദ്വാരക്കുന്നത്? റമളാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രസംഗിച്ചാൽ പോരാ, ഓതി പഠിച്ചാൽ പോരാ. അവിടെയാണ് നമുക്കൊക്കെ അബദ്ധം സംഭവിക്കുന്നത്. പ്രസംഗത്തിൽ നമ്മൾ ഇങ്ങനത്തെ ശ്രേഷ്ഠതകളൊക്കെ പറയും, ആ ശ്രേഷ്ഠതകളെ കുറിച്ച് വന്ന ഹദീസുകളൊക്കെ നമ്മൾ ഉദ്ധരിക്കും. കിതാബ് ഓതി പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഓതുകയും പഠിക്കുകയും ചെയ്യും. പക്ഷേ അവനവന്റെ ജീവിതത്തിൽ അമലിൽ നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവുകയില്ല. എനിക്കെന്റെ ദുആ വർദ്ധിപ്പിക്കണം, ആ ദുആയ്ക്ക് മലക്കുകളുടെ ആമീൻ കിട്ടണം, അതെനിക്ക് പ്രയോജനപ്പെടാനുള്ളതാണ്, എനിക്ക് ആവശ്യമുള്ളതാണ്. എനിക്ക് ഖുർആൻ ഓതുമ്പോൾ പ്രതിഫലം കിട്ടണം, ഖുർആൻ ഓതുന്നതിന്റെ നന്മ എനിക്ക് കിട്ടണം. അള്ളാഹുവേ, അതൊക്കെ എനിക്ക് ലഭിക്കുന്ന തരത്തിൽ എന്നെ നീ സ്വീകരിക്കണമേ എന്ന്, എന്നെ ആക്കി തീർക്കണമേ എന്ന് ദുആ ചെയ്യാൻ നമ്മളോട് ഉപദേശിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്കതിൽ ബോധ്യമുണ്ടാകണമെന്നാണ്, അതിൽ ബോധ്യമുണ്ടാകണം. ബഹുമാനപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയേറെ മഹത്തുക്കളായി മാറിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പടി അവരങ്ങ് വിശ്വസിക്കുകയും അതുപോലെ ആയിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുകളെ കുറിച്ചിട്ട് നേരത്തെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഒരു സംഭവം വായിച്ചു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവരുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ മുമ്പത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, മദീനത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഹിജ്റ ചെയ്യണം, മദീനത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഹിജ്റ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് വാക്ക് കേട്ടാലും ആ വാക്കുകൾക്ക് ഒരു തിരുചോദ്യവും ചോദിക്കാതെ മറുചോദ്യവും ചോദിക്കാതെ അപ്പടി അനുസരിക്കുന്ന അംഗീകരിക്കുന്ന സഹാബത്തിന്റെ രീതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിബിധങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ നീ മദീനത്തേക്ക് ഹിജ്റ പോകണം. ഹിജ്റ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ പോക്ക് തന്നെ, വേറെ അതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. എങ്ങനെ പോകണം, എന്തിനു പോകണം, അതിന്റെ സാമഗ്രികൾ എങ്ങനെയാണ്, സൗകര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ ചോദിക്കാവുന്നതാണ്. പക്ഷെ അതൊന്നും ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, സാധാരണഗതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എന്നോട് ഒരു കാര്യം കൽപ്പിച്ചാൽ എന്തിന് എന്ന് അന്വേഷിക്കാതെ, എങ്ങനെയെന്ന് അന്വേഷിക്കാതെ അപ്പടി അമൽ ചെയ്യുന്ന ഒരു സാധുവായ അടിമയാണ് ഞാൻ, അനുയായിയാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ വല്ലാതെ മനസ്സിന് ആർദ്രത തോന്നിപ്പോയി. ആ മഹാത്മാക്കളുടെ അനുസരണയും സ്നേഹവും മുഹബ്ബത്തും. ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത് കാര്യമാണ്? ഏത് വണ്ടിക്കാ പോകേണ്ടത്,
അല്ലെ? എത്ര ദിവസത്തേക്ക് ആ ഡ്രസ്സും കുപ്പായാലും എടുക്കേണ്ടത്? പോകുമ്പോൾ ഞാൻ എന്തല്ല കയ്യിൽ കരുതേണ്ടത്? ഞാൻ അങ്ങനെ പോകുമ്പോൾ എന്റെ വീട്ടുകാർക്ക് ഞാൻ എന്തല്ല കൊടുത്തിട്ട് പോകേണ്ട നബിയെ? അങ്ങനെ ഒന്നുമല്ല. അതൊന്നും ചോദിക്കാനുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ ചോദിച്ച ഒരു ചോദ്യം, നബിയെ എനിക്ക് ഒരു കാര്യം മാത്രം ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചോട്ടെ? സാധാരണ അങ്ങനെ ചോദിക്കൂല, എതിര് ചോദ്യം ഇല്ലല്ലോ. പക്ഷെ ഒന്ന് ചോദിച്ചോളൂ. എന്താ ബിലാൽ? നബിയെ അങ്ങ് വരുമോ മദീനത്തേക്ക്? എന്നോട് പോകാൻ പറഞ്ഞല്ലോ, എന്നോട് നാളെ മദീനത്തേക്ക് പോകാൻ പറഞ്ഞല്ലോ, ഞാൻ പോയിക്കോളാം. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അങ്ങ് വരുമോ? അങ്ങ് വരുമോ? ഞങ്ങളെ അങ്ങ് അയച്ചിട്ട് തങ്ങൾ ഇവിടെ നിൽക്കാനാണോ? അത് മാത്രം അറിഞ്ഞാൽ മതി. നബി, അങ്ങില്ലാത്ത മദീനയിൽ, അങ്ങയുടെ വഫാത്തിന് ശേഷം ജീവിക്കാൻ കഴിയാത്ത ഈ ബിലാല് അങ്ങില്ലാത്ത മക്കയിൽ അങ്ങയോടൊപ്പമല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുക. ഇനി അങ്ങില്ലാത്ത മദീനയിലേക്ക് ഞാൻ മാത്രം പോകാനാണോ കൽപ്പന? മനസ്സിലായില്ലേ ആ മഹാത്മാക്കളുടെ മനസ്സ്? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സഹാബാക്കൾക്ക് അല്ലാഹു തആല ഇത്രയേറെ മഹത്വം നൽകിയത്? ഇത്രയേറെ മഹത്വം നൽകിയത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇത്രയും വലിയ പദവി നൽകിയത് ആ നിഷ്കളങ്കമായ മനസ്സാണ്. വേറെ ഒന്നും എനിക്ക് പ്രശ്നമല്ല, വേറെ ഒന്നും എനിക്ക് വിഷയമല്ല. ഇന്ന് പുറപ്പെടാനാണെങ്കിൽ ഇന്ന് പുറപ്പെടാം, നാളെ പുറപ്പെടാനാണെങ്കിൽ നാളെ പുറപ്പെടാം. എങ്ങനെ പോകുന്ന ഒരു വിവരവും ഒന്നുമില്ല, ഒരു മാർഗവും എന്റെ മുമ്പിൽ തെളിയുന്നില്ല. പക്ഷേ ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ, ഞങ്ങളങ്ങ് പോയി കഴിയുമ്പോൾ അങ്ങ് അടുത്തേക്ക് വരുമോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലെ, ഞാനും വരും, ഞാനും വരും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റത്ത് രഹസ്യമാക്കി വെച്ചിരിക്കുകയല്ലേ. അങ്ങനെ പരസ്യമായി പറയാൻ കഴിയില്ലല്ലോ, കൂടുതൽ വിവരം കൊടുക്കാൻ കഴിയില്ല. എന്നാലും ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനും വരും, ഞാനും വരും. നിങ്ങൾ അവിടെ എത്തി എന്നെ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ എത്തി നിങ്ങൾ എന്നെ കാത്തു നിൽക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാദികളിൽപ്പെട്ട ചില ആളുകളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി ഏകദേശം 16 അല്ലെങ്കിൽ 19 പേരടങ്ങുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തെ രൂപീകരിച്ചു. ആ സംഘത്തിന്റെ മേൽ മഹാനായ ബിലാൽ മുഅദ്ദിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇവരുടെ നേതാവാണ്, നീ ഇവരുടെ അമീറാണ്, നീ ഇവരുടെ യാത്രാ സംഘത്തിന്റെ തലവനാണ്. ഇവരെ നയിച്ചുകൊണ്ട് മദീനയിലേക്ക് നീ പുറപ്പെടണം. ചരിത്രകാരൻ എഴുതുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ആ ദൗത്യത്തെ, ഉത്തരവാദിത്വത്തെ വളരെ മഹത്വത്തോടുകൂടി ഏറ്റെടുത്തു. ഞാൻ പറയുന്നതെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ റമദാനിന്റെ മഹാത്മ്യമായിട്ട് പറയുന്നത് രാത്രിയിലെ 23 റക്അത്ത് നിസ്കരിക്കണേ എന്നൊരു കൽപ്പനയാണ്. രാത്രിയിലെ 23 റക്അത്ത് നിസ്കരിക്കണേ. പകലിൽ പടച്ചവന് വേണ്ടിയിട്ട് ഒരു പട്ടിണി ഇരിക്കണേ എന്ന കൽപ്പനയാണ്. തഹജ്ജുദ് നിസ്കരിക്കണേ എന്നുള്ള കൽപ്പനയാണ്. കുറച്ച് സമയം ഖുർആൻ ഓതണേ എന്ന കൽപ്പനയാണ്. അല്ലെങ്കിൽ ദിക്റുകൾ പറയണേ, സലാത്ത് പറയണേ, ഇസ്തിഗ്ഫാർ പറയണേ. ഈ പറയുന്ന കൽപ്പനകളൊക്കെ അനുസരിക്കാൻ എത്ര എളുപ്പമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതൊന്നും ഒരു പ്രയാസേ ഇല്ല. ആ രംഗത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം ഓരോ കൊല്ലം കഴിയുന്നതോറും നമ്മളിങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല കാർപ്പറ്റ് വിരിക്കണം, നല്ല എയർ കണ്ടീഷൻ ആക്കണം, നല്ല ഭംഗിയുള്ള മനോഹരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. എന്താ കാരണം? നമുക്ക് ആകെ 23 റക്അത്ത് നിസ്കരിക്കാനേ ഉള്ളൂ. അത് നന്നായി നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ സഹാബത്തിനോടുള്ള കൽപ്പന എന്താ നമ്മൾ ശ്രദ്ധിച്ചോ? സഹാബത്തിനുള്ള കൽപ്പന എന്താ? നാളെ പുറപ്പെടണം കേട്ടോ, നാളെ പുറപ്പെടണം, നാളെ പുറപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരോടൊപ്പം ഹിജ്റത്ത് പോയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിജ്റയ്ക്ക് പോകുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ചാണ്. ഹിജ്റയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായി. അന്നത്തെ രാത്രിയിൽ തങ്ങൾ താമസിച്ച വീട്ടിന്റെ 4 ചുറ്റും അവിശ്വാസി സംഘം, ഖുറൈശി സംഘം ആയുധങ്ങളും എടുത്തുകൊണ്ട് കാത്തുനിന്നു. ഇവിടെ നിന്നും ഒളിച്ചോടാൻ മുഹമ്മദ് തീരുമാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ അനുവദിക്കരുത്. പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ചേർന്ന് ഒന്നിച്ച് മുഹമ്മദിന്റെ മേൽ ചാടി വീഴണം, കൊലപ്പെടുത്തണം എന്ന് അവർ തീരുമാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവ് പാർക്കുന്ന വീട്ടിന്റെ 4 ചുറ്റും ഖുറൈശി പ്രമുഖന്മാര് വന്ന് കൂടി നിൽക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് ഒന്നിച്ച് പ്രവേശിക്കുക, കിടന്നുറങ്ങുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ അറുഹല നടത്തുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പുറത്ത് ആളുകൾ തീരുമാനമെടുത്തുകൊണ്ട് കാത്തു നിൽക്കുമ്പോൾ ഉള്ളിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൽപ്പനയ്ക്ക് കാത്തിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ആ ഹബീബിന്റെ മനസ്സിനെ അലട്ടുന്നില്ല. അതൊന്നും എന്റെ കാര്യത്തിൽപ്പെട്ടതല്ല. അതൊന്നും ഞാൻ നോക്കണം. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. പുറമേ നടന്നുകൊണ്ടിരിക്കുന്ന കുഫറിന്റെ ശക്തികളുടെ ഏത് കൂത്താട്ടത്തെ കുറിച്ചിട്ടും നീ അങ്ങനെ ബേജാറും ഒപ്രാളമൊന്നും ആവണമെന്നൊന്നുമില്ല. നിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ റബ്ബാണ്, അള്ളാഹുവാണ്. നിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ അള്ളാഹുവാണ്.
അതുകൊണ്ട് അതൊന്നും നീ ശ്രദ്ധിക്കുക ചിന്തിക്കുകയൊന്നും വേണ്ട, നീ നിന്റെ പണിയെടുത്താൽ മതി. ഇതാരോടാ കൽപ്പന? നമ്മളോടാണ്. നമ്മൾ പെട്ടെന്ന് റസൂലുള്ളാഹിനോട് മാത്രമല്ല, നമ്മൾ എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചിട്ടൊന്നും അമിതമായ നിലയിൽ നമ്മൾ മനസ്സിൽ കൊടുത്തിട്ട് ടെൻഷനാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പണി കൃത്യമായി ചെയ്തു പോയാൽ മതി. നമ്മളോട് എന്താ കൽപ്പിക്കപ്പെട്ടത് അത് നമ്മൾ കൃത്യമായി ചെയ്തു. അങ്ങനെ ചെയ്തു പോയാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളെ പ്രയാസപ്പെടുത്താൻ പരാജയപ്പെടുത്താൻ ആരെ കൊണ്ടും കഴിയൂല. പക്ഷെ അള്ളാഹു നമ്മളെ സഹായിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് അവൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടായാൽ പിന്നെ പല ഗാലിബലക്കും വേറെ ആർക്കും നമ്മളെ പീഡിപ്പിക്കാൻ പറ്റൂല, ഭയപ്പെടുത്താൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ രണ്ട് സഹോദരങ്ങൾ ഒന്നിച്ച് യാത്ര പുറപ്പെടാൻ പോവാണ്. ഖുറൈശി പ്രമുഖന്മാർ, അവരുടെ തലവന്മാർ ആയുധധാരികളായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വീടിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. എത്ര പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായിരിക്കുമല്ലേ, എത്ര പ്രയാസകരമായ ഒരു രാവായിരിക്കും. എങ്ങനെ സമാധാനപ്പെട്ട് കിടക്കാൻ കഴിയും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്ദർഭത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവറുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ കടന്ന് വിരിപ്പില്ലേ, അവിടെ എനിക്ക് പകരം കുറച്ച് സമയത്തേക്ക് നീ ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തേക്ക് കിടക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തിന് ശേഷം ഒരിക്കൽ ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹു അവറുകളോട് ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്നില്ലേ, ഇങ്ങനെ ചില കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശിഷ്യന്മാരിങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമാധാനപൂർണമായ ഒരു രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചിട്ടും ഒക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാമോ എന്ന് ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം, സമാധാനത്തിന്റെ ദിവസം, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ദിവസം, അത് ഏത് രാത്രിയാണ്, ഏത് പകലാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ ശിഷ്യഗണങ്ങളെയും നമ്മളെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സമാധാനത്തോടുകൂടി സ്വസ്ഥമായി ഒരു ടെൻഷനും ഇല്ലാതെ ഉറങ്ങിയ ഒരു രാത്രി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഹിജ്റത്ത് പോകുന്ന ആ രാത്രിയായിരുന്നു. ഹിജ്റത്ത് പോകുന്ന അധികം ആലോചിക്കാത്ത നിലയിൽ തനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു അനുഭവം, ഏറ്റവും ജീവിതത്തിലെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി നന്നായി ഒരു ടെൻഷനും ഇല്ലാതെ ഉറങ്ങിയ രാത്രി ഏതാന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകളും ഹിജ്റത്ത് പോകുന്ന ആ രാത്രി, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രാത്രി, നാല് ചുറ്റും ആയുധധാരികളായി ഖുറൈശി പ്രമുഖന്മാര് വാതിലിപ്പം തള്ളി തുറക്കും. കിടക്കയിൽ കിടക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന വിചാരത്തിൽ ആയുധം പ്രയോഗിക്കും, കൊല ചെയ്യപ്പെടും. ഞാൻ കൊല ചെയ്യപ്പെടാൻ പോകുന്ന ആ സാഹചര്യത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ആ വിരിപ്പിലാണ്, ആ രാത്രിയിലാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്വസ്ഥമായി ഉറങ്ങിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആളുകൾ അത്ഭുതത്തോട്, നമുക്കൊന്നും അത്ഭുതം തോന്നില്ലേ, എങ്ങനെയാണ് അന്നത്തെ രാത്രി നമുക്ക് ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, എന്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഈ വിരിപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, അലി, ഇന്നത്തെ രാത്രിയിൽ എനിക്ക് പകരം നീ ഈ വിരിപ്പിൽ കിടക്കണം, ഞങ്ങൾ യാത്ര പോവുകയാണ്. നാളെ രാവിലെ ആയാൽ, നേരം വെളുത്താൽ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച മക്കയിലെ ചില ആളുകളുടെ സമ്പത്ത് എന്റെ കയ്യിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദർശപരമായി അങ്ങേയറ്റം എതിരിടുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഖുറൈശികൾ വിശ്വസിച്ചെന്തെങ്കിലും കൊണ്ട് ഏൽപ്പിക്കണമെങ്കിൽ വേറെ ആരെയും അവർക്ക് പറ്റൂല. മുഹമ്മദിന്റെ കയ്യിൽ കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരുടെ കയ്യിൽ കൊടുത്താലും അവർ തട്ടിപ്പും തരികിടയൊക്കെ ആക്കിയിട്ട് തിരിച്ചു തരാണ്ടെക്കും, അല്ലെ, തിരിച്ചു തരാണ്ടെക്കും. അങ്ങനത്തെ 10,000-കണക്കിന് അനുഭവങ്ങൾ മക്കയിൽ സാധാരണയായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. കൊടുത്ത സാധനത്തിന്റെ വില ചോദിക്കുമ്പോൾ പോടാ എന്ന് പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു, അല്ലേ? കൊടുത്ത സാധനത്തിന്റെ വില ചോദിച്ചാൽ പോടാ, എന്നോടൊക്കെ വില ചോദിക്കാനും മാത്രം നീ ആരാ എന്ന് ചോദിക്കുന്നു. ഒരു പാവം തന്റെ ജീവിതം മുഴുവൻ കഠിനമായ പ്രയത്നത്തിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ സമ്പത്ത് കൊണ്ടുവന്ന് മക്കയിലെ കമ്പോളത്തിൽ വിൽക്കാൻ ശ്രമിച്ചു. ആ സാധനം കണ്ടപ്പം അവിടുത്തെ പ്രമുഖനായ നാട്ടുരാജാവിന് ഇഷ്ടപ്പെട്ടു. എന്താ ഇതിന് വില എന്ന് ചോദിച്ചു. ഇതിന് വില ഇത്രയാണെന്ന് പറഞ്ഞു. ഇത്രയാണെന്ന് പറയോ, അത്രപ്പാട് വിലയെല്ലാം വേണോ? ഞങ്ങളുടെ നാട്ടിൽ കമ്പോളത്തിൽ വന്നിട്ട് ഞങ്ങളെപ്പോലത്തെ ദാതാക്കന്മാരെ ഒന്നും പരിഗണിക്കാൻ നിന്റെ ഇഷ്ടത്തിന് നീ വിൽക്കല, അത്രയൊന്നും വിലയൊന്നും വേണ്ട. ഉദാഹരണത്തിന് 100 റുപ്യ, 100 റുപ്യ പടാ, 10 റുപ്യ പോലും ഇല്ലാത്ത ഈ സാധനം പിടി, വേണേ 10 റുപ്യ ഓടിച്ചോ, 10 റുപ്യ ഓടിച്ചു.
അപ്പൊ അയാൾ തരാൻ പറ്റൂല, 100 റുപ്യന്റെ സാധനം 10 റുപ്യ കൊടുത്തു. അയാൾ കരഞ്ഞു വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞപ്പോൾ 10 വേണ്ട, സാധനം ഇങ്ങെടുക്കുന്നു, 10 തരൂല. കയ്യൂക്ക്, ധാർഷ്ട്യം, തണ്ട്, ദാതാക്കളി എന്നൊക്കെ പറയുന്നില്ലേ, ഇത് ആ കമ്പോളത്തിൽ നിറഞ്ഞു നിന്നു. പാവം ഈ മനുഷ്യൻ താൻ കൊണ്ടുവന്ന തന്റെ വിഭവങ്ങളെല്ലാം ആള് തട്ടിയെടുത്തു. പൈസക്ക് ചോദിച്ചപ്പം ദേഷ്യം പിടിച്ചു, കണ്ണുരുട്ടി പേടിപ്പിച്ചു. അത് സാധാരണ കമ്പോളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കപടമാണ്, കവർച്ചയാണ്. പഴയ കാലത്തെ കമ്പോളങ്ങളിൽ ഇങ്ങനത്തെ ദാദാഗിരി നടന്നു. ഇന്നത്തെ കമ്പോളങ്ങൾ നമ്മുടെ പുതിയ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ പലതും നടന്നുകൊണ്ടേയിരിക്കുന്നു. കച്ചവടം എന്ന് പറയുന്നതിന് പകരം കപടം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ വിശദീകരിച്ചാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോണ്ടി വരും. ഏതായിരുന്നാലും തന്റെ ഒരു കൊല്ലക്കാലത്തെ അല്ലെങ്കിൽ കുറെ കാലത്തെ അധ്വാനത്തിലൂടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മുതൽ മുഴുവൻ നാട്ടിലെ ഒരു ദാദ തട്ടിയെടുത്തു. 1 റുപ്യ പൈസയും തന്നില്ല. പാവം ആ സാധു കഅബയുടെ പരിസരത്ത് വന്നിരുന്ന് ഇങ്ങനെ വിഷമിച്ചു കരഞ്ഞു. ആളുകൾ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? ഒന്നുമല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്റെ ആകെയുള്ള സ്വത്തും മുതലൊക്കെ പോയി. ഒരാൾ വന്ന് ദാദാഗിരിയാക്കിയിട്ട് തട്ടിക്കൊണ്ടുപോയി. ആരാത്? അത് ഇന്ന ആളാണ്. ചൂണ്ടിക്കാണിച്ചപ്പം ആളുകൾ പേടിച്ചു. അവന്റെ അടുക്കൽ പോയി നമുക്കൊന്നും മിണ്ടാൻ കഴിയില്ല. അവൻ നാട്ടിലെ വലിയ കേടിയാണ്. അയാളെ ഞങ്ങൾ വിളിക്കുന്നത് അബുൽ ഹക്കം എന്നാണ്, അബൂജഹൽ എന്നാണ്. അബൂജഹലിന്റെ അടുത്ത് നമുക്കൊന്നും പോകാൻ കഴിയില്ല. അബൂജഹലിന്റെ അടുത്ത് നമുക്കൊന്നും ചോദിക്കാൻ കഴിയില്ല. അയാളാണ് ഇവിടുത്തെ ദാദ. അയാൾ പറയും പോലെ അടുത്തല്ല നടക്കുക. കമ്പോളം മുഴുവൻ അയാൾ അടക്കി ഭരിക്കുന്നത്. അങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കഴുത്തിൽ തലയുണ്ടാവില്ല. ഇങ്ങനെ അയാൾ നിരാശപ്പെട്ട് മാറി നിൽക്കുമ്പോൾ നാട്ടിലെ ചില ആളുകൾ പറഞ്ഞു, സഹോദര നീ ബേജാറാവൊന്നും വേണ്ട, അതാ ആ മൂലയിൽ ഒരാളിരിക്കുന്നില്ലേ. ആരും പരിഗണിക്കാതെ എല്ലാവരും അവഗണിക്കുകയും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നില്ലേ, കാണാൻ സുമുഖനായ മനുഷ്യൻ. ആ മനുഷ്യനെ പോയി സമീപിച്ചിട്ട് അദ്ദേഹത്തോട് നിന്റെ വേദന വിഷമം തീർച്ചയായും ആ മനുഷ്യൻ ഇവിടുത്തെ നമ്മളെ പോലത്തെ അവശത അനുഭവിക്കുന്ന സാധാരണക്കാരന് സഹായവും അത്താണിയുമാണ്. ഒരിക്കലും നീ നിരാശപ്പെടേണ്ടി വരികയില്ല. പ്രതീക്ഷയോടുകൂടി ആ അരികിലിരിക്കുന്ന മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അതാരായിരുന്നു? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ ചാടി, അവൻ അങ്ങനെ ചെയ്തല്ലോ, ബാ നീ എന്റെ ഒന്നിച്ചു വാ, ഞാൻ നിനക്ക് നീതി നടത്തിത്തരും, ഞാൻ നിനക്ക് നിന്റെ ഹക്ക് വാങ്ങിത്തരും, നിന്റെ അവകാശപ്പെട്ട മുതൽ ഞാൻ നിനക്ക് വാങ്ങിത്തരും, നീ ബേജാറൊന്നും ആവണ്ട. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു വിദേശിയായ മനുഷ്യൻ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടു പോയാൽ ഞാൻ ജീവിച്ചിരിക്കെ അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല, ബാ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അബൂജഹലിന്റെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലൊന്നും ഇല്ലേ, നിങ്ങൾ ചോദിച്ചേക്കണ്ട, കോളിംഗ് ബെല്ല് അവിടെ ഉണ്ട്. വാതില് മുട്ടിയപ്പോൾ ആരാ? തുറക്കട. അത് നമ്മുടെ ഭാഷയാണ്, തുറക്കട. എന്താ? ഒന്നുമില്ല, നീ ഇവന് കൊടുക്കാനുള്ള പണം മര്യാദയ്ക്ക് കൊടുത്തോ. മര്യാദയ്ക്ക് കൊടുക്കടാ, ഇവന് കൊടുക്കാനുള്ള പണം മര്യാദയ്ക്ക് കൊടുക്കടാ. അത് ഭാഷ എന്റെയാണ്, ഹദീസിൽ അങ്ങനല്ല. കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരക്ഷരം മിണ്ടാതെ പൂച്ചയെ പോലെ പതുങ്ങി ഉള്ളിൽ പോയി ആ മനുഷ്യന് കൊടുക്കേണ്ടിയിരുന്ന സ്വത്തുക്കളെല്ലാം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. എന്റെ ഉമ്മ പോയിക്കോ, അങ്ങനല്ലേ, എന്റെ ഉമ്മ ഒന്ന് പോയി തന്നാ മതി, പോയിക്കോ. പുഞ്ചിരി തൂകിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ അരികിൽ അണച്ചുകൂട്ടി തോളിൽ കൈയിട്ട് തട്ടിട്ട്, പോ നീ നിന്റെ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഇത് ദൂരെ ഇരുന്നുകൊണ്ട് വലിയ വീമ്പളക്കുന്ന ദാദയുടെ അനുയായികളുണ്ടല്ലോ, മാർക്കറ്റ് മുഴുവൻ ഞാൻ അടക്കി ഭരിക്കുന്നത്, എന്റെ കത്തിയുടെ മുനയിൽ ഞാൻ എല്ലാരെയും ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, ഞാൻ പറയും പോലെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറില്ലേ. അബൂജഹലിന്റെ അനുയായികളായ ഉറ്റമിത്രങ്ങൾ ദൂരെ ഇരുന്നുകൊണ്ട് ഈ കാഴ്ച കാണുകയായിരുന്നു. വലിയ ഇളപ്പല്ല ഇളക്കിയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചക്കരെ കൂട്ടിയിട്ട് വന്നപ്പോ, നീ പൂച്ചയെ പോലെ പോയി ഇതെല്ലാം അങ്ങ് എടുത്തു കൊടുത്തില്ലേ, എന്തായി കണ്ടത് എന്ന് ചോദിച്ചല്ലേ. ഇത്ര ഭയങ്കര ഭീരുത്വം എന്തായി കണ്ടത് എന്ന് ചോദിച്ചു. അബൂജഹൽ പറഞ്ഞതായി ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് സഹോദരങ്ങളെ, ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോ മുമ്പിൽ നിൽക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ബേജാറായിപ്പോയി, എന്റെ ജീവൻ പോയിപ്പോയി, എന്റെ കിളി പോയിപ്പോയി. മുഹമ്മദിന്റെ 2 തോളുകളിലും എന്നെ കടിച്ചു കീറാൻ കാത്തു നിൽക്കുന്ന ഭീകര രൂപം പൂണ്ട 2 സിംഹങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ പേടിച്ചു വിറച്ച് മുഹമ്മദിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ആജ്ഞാനുവൃത്തിയായി. ഞാൻ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ കണ്ണിലുള്ളിയായ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ആ മക്കയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാണ്. വ്യക്തി ജീവിതത്തിൽ ഒരു കുറവും ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തി ജീവിതത്തിൽ ഒരു കുറവും ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയെക്കുറിച്ചിട്ട് ആർക്കും ആക്ഷേപമില്ല, പരാതിയില്ല. ഒരു നിലയിലുള്ള പരാതികളും അന്നത്തെ ജീവിച്ചിരുന്ന കൊടിയ കുഫാറുകൾക്ക് പോലും പറയാനില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കണമെങ്കിൽ ബാങ്കിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് മുഹമ്മദിന്റെ കയ്യിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം 10 റുപ്യ കൊടുത്താൽ നാളെ 10 തന്നെ കിട്ടും. 10 റുപ്യ കൊടുത്താൽ നാളെ 10 തന്നെ തിരിച്ചു കിട്ടും. 10 റുപ്യ കൊടുത്താൽ നാളെ അത് വാങ്ങാൻ വരുമ്പോ മസാല പറഞ്ഞ് ചിലപ്പോൾ 2 റുപ്യ 3 റുപ്യൊക്കെ ആക്കി പോക്കാറുണ്ട് അല്ലേ? അത് മൂലന്മാരായാലും കാവ്യന്മാരായാലും തങ്ങന്മാരായാലും ഒക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനെയായി. അങ്ങനത്തെ കുറെ മാർക്കറ്റിംഗ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറയുമ്പം ഇട്ടാൽ അതിന്റെ ഇരട്ടി അങ്ങോട്ട് തരുമെന്നാ പറയാ. ഇട്ടാൽ ഇരട്ടി തരും. 1, 2, 3 മാസമൊക്കെ നമുക്ക് ഇരട്ടി കിട്ടും. ഇരട്ടി ഇങ്ങനെ തിന്നുമ്പോൾ ഒരു രസമാണ്. ഹറാമിന്റെ അംശം കലർന്നത് തിന്നാൻ ഭയങ്കര അഭിരുചിയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടുമ്പോൾ ഭയങ്കരമായി കിട്ടുകയും ചെയ്യും. പിന്നെ 2, 3, 4, 8 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ 8 നിലയിൽ പൊട്ടുക എന്ന് പറയുന്നില്ല. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അന്തവും കുന്തവും ഉണ്ടാവില്ല. കച്ച കവടം എന്ന് പറയുന്നത് അന്നും ഇന്നും ഒക്കെ നിലനിൽക്കുന്ന ഒരു മഹാവിപത്താണ്. ആ വിപത്തിനെതിരെ പോരാടുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലാണ് അന്നത്തെ ഖുറൈശികൾ പോലും എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചേൽപ്പിക്കാറുള്ളത്. കാത്തിരിപ്പ് സ്വത്തായി, അമാനത്തായി. അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞു, അലി, നീ ഇന്നത്തെ രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങണം. നാളെ രാവിലെ എഴുന്നേറ്റ് സ്വസ്ഥമായ നിലയിൽ ഞാൻ ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള ധനത്തെ കൃത്യമായി അതിന്റെ അവകാശികൾക്ക് കൊണ്ടു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. എന്നിട്ട് എനിക്ക് ശേഷം എന്നോടൊപ്പം നാളെ നീയും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർ പറയാണ്, അന്നത്തെ രാത്രിയിൽ ഞാൻ സ്വസ്ഥമായി ഉറങ്ങി. അന്നത്തെ രാത്രിയിൽ ഞാൻ സ്വസ്ഥമായി. എന്താ കാരണം? എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, നാളെ രാവിലെ നീ എഴുന്നേൽക്കണം, ഈ കണക്കുകളൊക്കെ നീ കൃത്യമായി കൊടുത്തു തീർക്കണം, എന്നിട്ട് എന്റെ കൂടെ മദീനത്തേക്ക് നീ വരികയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പായി, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഈ പണികളൊക്കെ ചെയ്യും, മദീനത്തേക്ക് പോവുകയും ചെയ്യും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ബാക്കി സാധാരണഗതിയിൽ രാത്രി ഇങ്ങനെ ഒരു ഉറപ്പ് ആർക്കും തരാൻ കഴിയാറില്ല. ഒരു ആശുപത്രിക്കും തരാൻ കഴിയില്ല, ഒരു ഡോക്ടർക്കും തരാൻ കഴിയില്ല. അന്നത്തെ രാത്രിയിലാണ് ഞാൻ സ്വസ്ഥമായി ഉറങ്ങിയത്. നമ്മൾ പറഞ്ഞു വന്നത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ മദീനത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങ് പോക്കുകൾ എളുപ്പമുള്ള സംഗതിയൊന്നും അല്ല. 10, 16, 17 ആണുങ്ങളെയും കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെ കയ്യിലേൽപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവരെയും നയിച്ച് മദീനത്തേക്ക് യാത്ര ചെയ്യാം. എങ്ങനത്തെ യാത്ര? സുഖകരമായ യാത്രയൊന്നുമല്ല. വാഹന സൗകര്യങ്ങളൊന്നുമില്ല, വഴി സൗകര്യവുമില്ല. വാഹന സൗകര്യം ഇല്ലെന്നല്ല, വഴി സൗകര്യവുമില്ല. എത്ര കിലോമീറ്റർ ദൂരത്തേക്ക് നടക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കുകയും അതിലൂടെ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന വാഹനങ്ങൾ കണ്ടെത്തുകയും അതും പോരാഞ്ഞിട്ട് മെട്രോ ട്രെയിനൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും മക്കത്ത് നിന്ന് മദീനത്തേക്ക് എത്താൻ നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട്? അന്ന് വഴികളൊന്നുമില്ലാത്ത മലകൾ കയറി, കുന്നുകൾ കയറി, ഇടയിൽ ആരെങ്കിലും കാണുമോ എന്ന ഭയപ്പാടിന്റെ പേരിൽ ഗുഹകളിൽ അഭയം പ്രാപിച്ച് ദിവസങ്ങളോളം യാത്ര ചെയ്തു. 8 ദിവസം 9 ദിവസം ദീർഘമായ നിലയിൽ യാത്ര ചെയ്തിട്ട് മദീനയിലേക്ക് ഒരു സംഘത്തെ കൊണ്ട് പോവാണ്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആയുധങ്ങളുമായി അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ 16 പേരടങ്ങുന്ന കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്ക് അദ്ദേഹം ഓടി മുമ്പിലോട്ട് പോകും, ഇടയ്ക്ക് ഓടി പുറകോട്ട് വരും. വെറുതെ നടക്കുകയല്ല, ഇവരെല്ലാരെയും ഇങ്ങനെ 4 ഭാഗത്ത് നോക്കുക. പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പേടിയും ഒപ്രാളവും വരുമ്പോൾ അദ്ദേഹം പറയും, ആരും പേടിക്കുകയും പുറപ്പെടാനപ്പെടുകയൊന്നും വേണ്ട, നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അയച്ചത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ അയച്ചത്. നമ്മളെ അള്ളാഹു കാത്തോളും, നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്, ആരും ഭയപ്പെടണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുകളെ പോലെയുള്ള സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം 23 റക്അത്ത് നിസ്കരിക്കണമെന്നുള്ള കൽപ്പനയോ ഖുർആൻ ഓതണമെന്നുള്ള കൽപ്പനയൊന്നും അല്ല. ഇത്രയേറെ ശ്രമകരമായ നിലയിൽ മദീനത്തേക്ക് ദുർഘട പാത പിൻപറ്റിക്കൊണ്ട് യാത്ര ചെയ്യണമെന്നും ആ യാത്രയിൽ ഈ കൂട്ടത്തെയൊക്കെ നീ സംരക്ഷിച്ചുകൊള്ളണമെന്നൊക്കെ കൽപ്പിച്ചാലും അത് ശിരസ വഹിക്കും, അതിനെത്ര ഭാരം വന്നാലും ശരി. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുകൾ മദീനയുടെ അതിർത്തിയിലെത്തി. തന്റെ കൂട്ടത്തിലുള്ള ആളുകളെ അവിടെ താമസിപ്പിച്ചു. അവിടെ കാത്തുനിന്നു. അപ്പൊ എല്ലാരും വന്നിട്ട് ചോദിച്ചു, മദീന എത്തിയില്ലേ, നമുക്ക് മദീനയിലേക്ക് കയറിക്കൂടെ? മദീനത്തേക്ക് പോകാനല്ലേ നമ്മൾ ഇറങ്ങിയത്, മദീനത്തേക്ക് കയറിക്കൂടെ? യാത്ര തീർന്നില്ലേ, പോയിക്കൂടെ? വഴിയിൽ എന്തിനാണ് നമ്മൾ താമസിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ സ്നേഹഭാജനത്തിന്റെ വാക്കുകൾ നമ്മളൊന്ന് ഓർത്തു നോക്കണം.
ബിലാൽ റളിയല്ലാഹു അൻഹു അവர்கள் പറഞ്ഞു, എന്നോട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ മദീനത്തേക്ക് ഹിജ്റ പോകണം, അവിടെ എന്നെ നീ കാത്തു നിൽക്കണം, ഞാനും അങ്ങ് എത്തിച്ചേരുന്നതാണ് എന്ന് പറഞ്ഞു. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കടക്കാതെ ഞാൻ മദീനയിൽ കടക്കൂല. എന്നോട് ഇവിടെ പോകാൻ പറഞ്ഞു, കാത്തു നിൽക്കാൻ പറഞ്ഞു. വരുവോളം ഞാൻ കാത്തു നിൽക്കും, വരുവോളം ഞാൻ കാത്തു നിൽക്കും. ആ അതിർത്തിയിൽ അതൊക്കെ വലിയ എളുപ്പമുള്ള സംഗതിയാണോ പ്രിയപ്പെട്ടവർ? അവിടെ പഴയ വീടോ സൗകര്യങ്ങളോ ലോഡ്ജോ ഡോർമെട്രിയോ ഒന്നുമില്ലല്ലോ. വഴിയരികിൽ മരുഭൂമിയിൽ തമ്പടിച്ചുകൊണ്ട് 1-2 ദിവസമാണോ ദിവസങ്ങളോളം കാത്തു നിൽക്കുക. എന്തിനാ കാത്തു നിൽക്കുന്നത്? വാ മദീനത്തേക്ക് കയറിക്കൂടെ? ഇല്ല, എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇവിടെ വരെ വരാൻ കൽപ്പിച്ചു, കാത്തു നിൽക്കാൻ കൽപ്പിച്ചു, അവിടുന്ന് എത്തുമെന്ന് പ്രതീക്ഷ തന്നു. ആ മഹാത്മാവിന്റെ ആഗമനത്തിന് ശേഷമല്ലാതെ ഞാൻ ഇനി ഒട്ടും മുന്നോട്ട് നടക്കൂല. അവിടെ കാത്തു നിന്നു. നാളുകൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനോടൊപ്പം റളിയല്ലാഹു അൻഹു മദീനയുടെ അതിർത്തിയിലേക്ക് വരുന്നുവെന്ന് സന്തോഷ വാർത്ത അറിഞ്ഞു. ബിലാൽ മറ്റു മദീനവാസികളോടൊപ്പം സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി. തല അൽ ബദ്റു അലൈന, തല അൽ ബദ്റു അലൈന. കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം കണ്ടുമുട്ടിയപ്പോഴുള്ള ആഹ്ലാദവും സന്തോഷവും ഒക്കെ പങ്കിട്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നബിയേ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്തു പറഞ്ഞാലും അപ്പടി അനുസരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഞാന് മക്ക വിട്ടു പോകാൻ പറഞ്ഞപ്പോ ഞാൻ മക്ക വിട്ടുപോയി. കൂട്ടത്തിൽ ഇത്രയും ആളുകളെ നന്നായി സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ എന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നോക്കാതെ ഞാൻ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിച്ചു കൊണ്ടുവന്നു. ദിവസങ്ങളോളം അങ്ങയുടെ വരവിനെ കാത്തുകൊണ്ട് കാത്തു നിൽക്കാൻ അതിർത്തിയിൽ ഞാൻ എന്റെ രാപ്പകലുകൾ ചെലവഴിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഇനി ഞാൻ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ കുറച്ച് നിസ്കരിക്കണേ, ദ്വാരക്കണേ, ദിക്ർ പറയണേ, തറാവീ നിസ്കരിക്കണേ, നോമ്പെടുക്കണേ എന്നീ ചില കൽപ്പനകൾ നമ്മളുടെ മുമ്പിൽ ലഭിക്കുകയും ആ കൽപ്പനകൾ പോലും നമുക്ക് വലിയ ഭാരമായി തോന്നുകയും ചെയ്യുന്നിടത്താണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ നോക്കണം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്ത നിസ്കാരം ഇല്ല, അവിടെ അതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നൽകപ്പെട്ടിരുന്ന കൽപ്പനകൾ ഭയങ്കര ഭാരമുള്ളതായിരുന്നു. ഇനി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇനി ഒരു പള്ളി ഉണ്ടാക്കണം. ഇനി എന്ത് വേണം? ഇനി ഒരു പള്ളി ഉണ്ടാക്കണം. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു സൗകര്യവുമില്ലാത്ത സംവിധാനവുമില്ലാത്ത മറ്റൊരു നാട്ടിലേക്കല്ലേ ആളുകൾ ഹിജ്റത്ത് ചെയ്തു വരുന്നത്, പാലായനം ചെയ്തു വരുന്നത്. പാലായനം ചെയ്തു വരുന്ന, അതിർത്തി കടന്നു വരുന്ന ഈ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലം വേണ്ടേ? കിടക്കാൻ സ്ഥലം വേണ്ടേ? നിസ്കരിക്കാൻ സ്ഥലം വേണ്ടേ? അംഗശുദ്ധി വരുത്താൻ സ്ഥലം വേണ്ടേ? ഒരു പള്ളി ഉണ്ടാക്കണം. ഓഹോ, അടുത്ത കൽപ്പന എന്താണ്? പള്ളി ഉണ്ടാക്കുക. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവர்கள் പള്ളി പണിയിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. മണ്ണ് ചുമക്കാൻ, കല്ല് ചുമക്കാൻ, മണ്ണ് കുഴയ്ക്കാൻ, അതിന്റെ പണികളൊക്കെ ചെയ്യാൻ ഞാൻ മുമ്പിലാണ്. എന്താ കാരണം? മണ്ണ് കുഴയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ മണ്ണ് കുഴയ്ക്കും, കല്ല് ചുമക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കല്ല് ചുമക്കും, പട്ടിണി കിടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടക്കും, യാത്ര പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ യാത്ര പോകും. ഞങ്ങൾക്ക് ആകെ വേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന അനുസരിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പ്രതിഫലം കിട്ടിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ സഹാബാക്കളായ മഹാന്മാർ ഇത്രയേറെ മഹത്വത്തിന്റെ ദറജയുടെ ഉന്നത പദവി പ്രാപിച്ചത് ചെറിയ ചെറിയ അമലുകൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്ന അമലുകളെ പോലത്തെ അമലുകൾ കൊണ്ട് മാത്രമല്ല, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഭയങ്കരമായ ഭാരമേറിയ ദൗത്യ നിർവഹണത്തിലൂടെയാണ് അവർ ഈ രംഗത്തെത്തിപ്പെട്ടത്. അവരുടെ പിന്നിലാണ് നമ്മളും ഇന്ന് ഈ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട്, അല്ലെ, നമ്മൾ പള്ളി പണിയാൻ എന്തെങ്കിലും ചില്ലറകൾ നൽകിയിട്ട് ആ മഹാത്മാക്കൾ നൽകിയ ദീനിയായ സേവനത്തിന്റെ ഒരു അംശം നമ്മൾ അള്ളാഹുവിനോട് ആഗ്രഹിക്കുകയാണ്. അവര് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട ത്യാഗം ചെയ്ത അവരുടെ പരിശ്രമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ പോലെ കുറച്ച് സമയം നമ്മൾ ഉറക്കമൊഴിയാം. അവരെ പോലെ കുറച്ച് സമയം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഉറക്കമൊഴിയുക, തഹജ്ജുദിന് വേണ്ടി ഉറക്കമൊഴിയുക, ഇസ്തിഗ്ഫാറിന് വേണ്ടി ഉറക്കമൊഴിയുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഈ അവസരം, ഈ ഭാഗ്യം മഹാഭാഗ്യമാണ്, വലിയൊരു അവസരമാണ്. ഇതിനെ നമ്മൾ പാഴാക്കരുത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ഹദീസ് പോലെ നമ്മൾ ഓരോ വിഷയങ്ങളെയും ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. വലിയ വലിയ അധ്വാനങ്ങളിലൂടെ, വലിയ വലിയ കഷ്ടപ്പാടുകളിലൂടെ, വലിയ വലിയ ത്യാഗങ്ങളിലൂടെ സ്വർഗം സമ്പാദിക്കുക എന്നത് നമ്മളെപ്പോലത്തെ സാധുക്കൾക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ചില കർമ്മങ്ങളൊക്കെ നമുക്ക് നിശ്ചയിച്ചു തന്നത്, എളുപ്പത്തിലുള്ള ചില കർമ്മങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം.
പകല് സമയത്ത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി എപ്രകാരം നമ്മൾ പട്ടിണി ഇരിക്കുന്നു അപ്രകാരം നമ്മുടെ കൈകാലുകളെയും മറ്റവയവങ്ങളെയും സൂക്ഷിക്കണം. ദിക്ർ ദുആക്കൾ വർദ്ധിപ്പിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അധ്വാനത്തിൽ വളരെ ചെറിയൊരു അധ്വാനമാണ് കുറെ ദിക്ർ ചെയ്യാൻ ശ്രമിക്കുക, കുറെ ദുആക്കൾ ചെയ്യാൻ കഴിയുക. നമസ്കാരാദി അമലുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രിയിലെ നമസ്കാരം, പകലിലെ നമസ്കാരം, സുന്നത്തായ നമസ്കാരം, ഫറളായ നമസ്കാരം, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുന്നതിനെ വർദ്ധിപ്പിക്കണം. തൗബ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളോട്, വീട്ടുകാരോട്, മക്കളോട്, ഭാര്യമാരോട് പറഞ്ഞ് അവരെയും ഇത്തരം അമലുകളിൽ പ്രേരിപ്പിക്കണം. നമ്മളെല്ലാവരും കിട്ടിയ സമയം പാഴാക്കാതെ പരമാവധി പരലോകത്തേക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അമലുകളിൽ എന്തെങ്കിലും പോരായ്മകളോ അശ്രദ്ധകളോ ഗഫലത്തുകളോ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ആവശ്യമായ അറിവ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുകൾക്കുള്ള വർധനം അള്ളാഹു തരുമാറാകട്ടെ. ആഫിയത്തും സിഹത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന